ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറവി തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ 8 നോയമ്പ് ദിനങ്ങളുടെ ആദ്യ ദിനത്തിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. നമ്മെ മുഴുവനായും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ കടന്നു വരാം. ദൈവികമായ വലിയ ഇടപെടലുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങൾ, അഭിഷേകങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ സംഭവിക്കുവാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ ഭയഭക്തിയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ, വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ആരാധനയിലും ഡെലിവറൻസ് ശുശ്രൂഷയിലും പങ്കെടുക്കാം. ഒരു നിമിഷം നമ്മൾ കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണേ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേക, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്ക. ഇതാ ഇതാ നിന്റെ അമ്മ, നിന്റെ തകർച്ചയിൽ ആശ്വാസമേക, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്ക. ഇതാ ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മേ, വേദനയിലും ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കഴിയുന്ന സകല കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് കാഴ്ചവെക്കുന്നു. അമ്മേ മാതാവേ, ദൈവത്തിൻ്റെ വലിയ കരുണ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാണമ്മ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. സ്തുതിക്ക് ഒരു നിമിഷം. ഹല്ലേലൂയ 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 ആരാധന സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ കൃപയുടെ വലിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ അച്ഛൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ദിനങ്ങളിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ, നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ശരിക്കും അത് അവിടെ വെച്ചുള്ള ഈ വചനം വരുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ദൂരഭാവിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ വരുന്ന ലോകരക്ഷകനായ ഈശോമിശിഹായിലൂടെ പൈശാചിക ശക്തികളുടെ തല തകർക്കപ്പെടും. പൈശാചിക ശക്തികളുടെ തല തകർക്കുന്ന വലിയൊരു ശുശ്രൂഷ പരിശുദ്ധ അമ്മയിലുണ്ട്. അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ അന്ധകാര ശക്തികൾ നമ്മെ വിട്ടുപോകും. അപ്പോൾ ഈ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല സർപ്പങ്ങളെയും, പൈശാചിക സർപ്പങ്ങൾ,
അവയെ മുഴുവൻ ദൂരെ അകറ്റണമെന്ന് നമുക്ക് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങി പ്രാർത്ഥിക്കാം. വീണ്ടും വചനമുണ്ട്, നമുക്കറിയാം. പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവും കൂടെ ഉണ്ണിമിശിഹായെ ഹെറോദോസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്ന വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 13 മുതൽ 18 വരെയുള്ള വചനം നമുക്ക് കാണാൻ പറ്റും. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നവരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. അവിടെയും കാണാം വിശുദ്ധ യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ണിമിശിഹായെ സാത്താൻ്റെ പിടിയിൽ നിന്ന് മോചിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പ്രതിഷ്ഠിച്ചു വെക്കുകയാണ് എങ്കിൽ ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങൾ, പലതരത്തിലുള്ള ആക്രമണങ്ങൾ, അവരുടെ ബുദ്ധി മേഖലയാണ്, അറിവിൻ്റെ മേഖല, കുടുംബജീവിതത്തിൻ്റെ മേഖലയാകാം, അവർ തകർക്കുന്ന തിന്മയുടെ ശക്തികൾ അവരെന്തേക്കുമായിട്ട് വിട്ടുപോകുന്നു കാണാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ അടയാളം കണ്ടിട്ട്, പ്രത്യേകിച്ച് പൈശാചിക ശക്തികൾ വിട്ടുപോകുന്ന അനുഭവങ്ങൾ. ചിലപ്പോൾ ഈ ഡെലിവറൻസ് പ്രയർ കൊടുക്കുമ്പോൾ ചില പൈശാചിക ശക്തികൾ ഇങ്ങനെ എത്ര പ്രാർത്ഥിച്ചാലും ആളെ വിട്ടുപോകാതെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന കാണാൻ പറ്റും. അപ്പം അത്തരം ഘട്ടങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്നൊരു പ്രാർത്ഥന മറ്റൊന്നുമല്ല, നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ പക്ഷേ ഈ ഒരു പ്രാർത്ഥന ഞാൻ വെറുതെ അങ്ങ് ചൊല്ലും. ഡെലിവറൻസ് പ്രയറായിട്ടല്ല, വെറുതെ അങ്ങ് ചൊല്ലും. ഞാനത് പേര് ആത്മാവരിക്കുന്ന ദൈവിക ജ്ഞാനമാണിത്. അപ്പം ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഈ തിന്മയുടെ അരൂപികൾ എന്തോ തീ പിടിച്ച പോലെ, ഇതുങ്ങളുടെ ദേഹത്തെന്തോ പെട്രോൾ ഒഴിച്ച് കഴിയുമ്പോൾ തീ പിടിക്കുന്ന പോലെ, തീ പിടിച്ച പോലെ ഇളകി മറിഞ്ഞുകൊണ്ട് ഈ വ്യക്തിയിൽ നിന്ന് അലറിക്കൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ഒരു ഡെലിവറൻസ് ശുശ്രൂഷയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയാണ്. ശരിക്കും ഞാനിത് പഠിച്ചത് എൻ്റെ വിശുദ്ധനായ, എൻ്റെ പേരിന് കാരണക്കാരനായ വിശുദ്ധനായ സെൻറ്റ് ഡൊമിനിക്കിലൂടെയാണ്. സെൻറ്റ് ഡൊമിനിക്കിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് തിന്മയുടെ ശക്തികളെ സുവിശേഷ പ്രഘോഷണ മേഖല വെച്ച് ബഹിഷ്കരിക്കുന്ന വലിയൊരു പ്രവൃത്തിയുണ്ട്. അപ്പം ആ അവസരങ്ങളിൽ ഈ വലിയ പുണ്യവാൻ ഉപയോഗിച്ചുകൊണ്ട് ജപമാലയാണ്, കൈകളെപ്പോഴും ജപമാലയുണ്ട്. അപ്പോൾ ഒരു പൈശാചിക ശക്തിയുള്ള ഒരു വ്യക്തിയെ ഒരിക്കൽ അവൻ്റെ ബന്ധനം അഴിക്കുമ്പോൾ, അപ്പോൾ ഈ പുണ്യവാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജപമാല എടുത്ത് ഇവൻ്റെ കഴുത്തിലോട്ട് അങ്ങ് ഇടുമ്പോഴേക്കും ഇവന് അലറി വെള്ളം വെച്ചുകൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാണാൻ പറ്റും. അപ്പം അതെൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. അപ്പം ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ വിശുദ്ധനെയാണ് ഒരുപാട് അനുകരിക്കാറുള്ളത്. വിശുദ്ധൻ്റെ ജീവചരിത്രത്തിന് ഒരുപാട് അവിടെ കാണുന്നത് മുഴുവൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലാണ് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ സെൻറ്റ് ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടാണ് ജപമാല കൊടുക്കുന്ന സംഭവം. അപ്പം ആ ഒരു അനുഭവത്തിൻ്റെ ഫലമായിട്ട് പിന്നീട് സഭയിലെ വലിയൊരു പാഷണ്ഡത തന്നെ ദൂരെ അകറ്റാൻ വേണ്ടി, പാഷണ്ഡതയൊക്കെ ഒരു പൈശാചികത്തിൻ്റെ പ്രവർത്തനം, അപ്പം അതിനെ ദൂരെ അകറ്റാൻ വേണ്ടി സെൻറ്റ് ഡൊമിനിക്ക് ഉപയോഗിച്ച ആയുധം പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മുടെ കുടുംബങ്ങളിലുള്ള തിന്മയുടെ ശക്തികളൊക്കെ വിട്ടുപോകാൻ ഏറ്റവും നല്ല പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ വലിയൊരു പവറുണ്ട്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ, അല്ല പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനമുള്ള വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അപ്പം ആ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിച്ചാൽ മതി, ഏത് തിന്മയുടെ ശക്തിയും ആളുകൾ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. അതായത് ഒരു ബ്ലാക്ക് മാസിൻ്റെ അടിമയായിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ കൊച്ചിനൊന്ന് എൻ്റെ അടുത്ത് വരുമ്പോൾ, അത് പറയുമ്പോൾ ഏകദേശം ഒരു 11th ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഒരു 5ാം ക്ലാസ് തൊട്ട് ഈ ഒരു പൈശാചിക പാപത്തിൽപ്പെട്ട് കഴിയുകയായിരുന്നു. ഈ കുട്ടിയുടെ സ്വഭാവം തന്നെ മാറി.
ആദ്യ പ്രാവശ്യം ഞാൻ കാണുമ്പോൾ ഇതിൻ്റെ ഒരു നേച്ചർ തന്നെ നമുക്ക് തോന്നിപ്പോൾ ഒരു മാനസിക രോഗം, ഈ പലതും മാനസിക രോഗം പോലെ കാണിക്കുന്നതൊന്നും മാനസിക രോഗം അല്ലെന്ന് പിന്നീടാണ് എനിക്കിത് ശരിക്കും അനുഭവങ്ങളോട് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ കൊച്ചിന് വളരെ തിന്മയുടെ മേഖല പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എല്ലാം തുറന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷേ ഒരുപാട് തിന്മയുടെ കുട്ടിയായിട്ട് ഇത് മാറി. അപ്പോൾ അവസാനം ഈ കുട്ടിയുടെ നിന്ന് പൈസ ഇത് തിരിച്ചറിഞ്ഞ് ഈ ഒരു സംഭവമാണ് ഈ കുഞ്ഞിൽ പ്രവർത്തിക്കുന്നത്, ഈ ബ്ലാക്ക് മാസിൻ്റെ തിന്മയുടെ മേഖലയിലാണ് ഈ കുട്ടി വ്യാപരിക്കുന്നത് എന്നുള്ള കാര്യം ആ കുട്ടി എനിക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞ് ഞാൻ ഈ കുഞ്ഞിൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് ഞാനായിരുന്ന സ്ഥലത്തേക്ക് കുട്ടിയെ കൊണ്ടുവരാൻ പേരൻസിനോട് പറയുന്നുണ്ട്, കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഈ കുഞ്ഞിന് ബന്ധനം ശരിക്കും അഴിയുന്നില്ല. എന്നാൽ ശരിക്കും എനിക്ക് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം അന്നെൻ്റെ കൂടെ ഒരു അച്ഛനുണ്ട്. അപ്പോൾ ഞാൻ കൊച്ചച്ഛനായിരിക്കുന്ന കാലഘട്ടം, ഇന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനന്ന് ഒരു അസിസ്റ്റൻ്റ് അച്ഛൻ. അപ്പോൾ എൻ്റെ ഡയറക്ടർ അച്ഛനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഡൊമിനിക് അച്ഛാ ഇതിനകത്ത് പിടിക്കണ്ട, ഇതൊരു വലിയൊരു തിന്മയുടെ ശക്തിയാണ്, ഇത് നമുക്ക് പറ്റുന്നതല്ല, വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനെന്നാലും. അപ്പോൾ എൻ്റെ ഒരു വിഷമം ഈ പൈശാചിക ശക്തി മൂലം ഈ മകൾ ഈ കുടുംബവും അനുഭവിക്കാൻ തകർച്ച കാണുമ്പോൾ ഒരു വലിയൊരു വേദന എൻ്റെ ഉള്ളിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിടാനായിട്ട് എൻ്റെ മനസ്സങ്ങ് തോന്നുന്നില്ല. വീണ്ടും ഇവരോട് കൊണ്ട് പ്രാർത്ഥിച്ച് എങ്ങനെയും ഇതിനൊന്ന് കരകയറ്റുമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതേസമയം അച്ഛൻ പറഞ്ഞ ശേഷം ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ കണ്ടുമുട്ടുന്നത് വീണ്ടും ഇവരെന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ ഞാനവിടെ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ദൈവം എന്നെ ആ സംഭവത്തിലേക്ക് കുട്ടി വീണ്ടും കൊണ്ടുവരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ കൊച്ച് വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ തലയൊക്കെ വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുട്ടി ബോധം കിട്ട് താഴെ വീണിട്ട് ഭയങ്കര ഡീവിൾ സ്പിരിറ്റ്, ഒറിജിനൽ പൈശാചിക ശക്തി നമുക്കാണ് ഇത് കൊണ്ടു കാണിക്കുന്നത്. ആ കുട്ടി കുമ്പസാരിച്ചിട്ട് തന്നെ 2-3 വർഷങ്ങൾ കഴിഞ്ഞു. കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല കൊച്ചിന്. ഈശോയിൽ ഐ ഹേറ്റ് ജീസസ് എന്നാണ് പറയുന്നത്, പക്ഷേ വെറുക്കുന്നു എന്ന് പറയുന്നത്. മാതാപിതാക്കളൊക്കെ ഭയങ്കര വയലൻ്റാണ് കൊച്ച്. അച്ഛന്മാരൊക്കെ ഭയങ്കര ചീത്തയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് തോന്നിപ്പോവും ഒരു മെൻ്റലാണെന്ന് തോന്നിപ്പോവും, മാനസിക രോഗിയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അതുപോലെയാണ് കുട്ടിയുടെ പെരുമാറ്റം മുഴുവൻ അത്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഈ സമയത്ത് ഈ കുട്ടിയുടെ സ്ഥലം പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ ആളുകളുണ്ട്. അവരെല്ലാം പേടിച്ചു, കാരണം ഇതിൻ്റെ ബഹളം കാരണം ഞാൻ കുറേ പേരെയും 2-3 പേരെയും എൻ്റെ സഹായത്തിനെയും വിളിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം ഇത് പിടിക്കുന്നുണ്ട്, ഭയങ്കര ബഹളങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അപ്പം എത്ര വെച്ചിട്ടും വളരെ ചീത്ത പറയാണ്, രക്ഷയില്ല. അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് എൻ്റെ ആത്മാവിൽ ശക്തമായ പിന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ മറ്റ് പ്രയറുകളെല്ലാം നിർത്തിയിട്ട്, സാധാരണ ചൊല്ലുന്ന പ്രയറുകളെല്ലാം നിർത്തിയിട്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടി ഈ പ്രാർത്ഥന ഞാനങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതങ്ങ് ഇളകിട്ടു അല്ലറിക്കൊണ്ട് പറയും, ഞാൻ പൊയ്ക്കോളാം, ഈ മകൾ ഞാൻ വിട്ടു പൊക്കോളാം എന്ന് പറയാം. ഞാൻ 2-3 പ്രാവശ്യം ചൊല്ലി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരും കൂടെ നന്മ നിറഞ്ഞ് ചൊല്ലി തുടങ്ങി. 2-3 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ ഈ കുട്ടിയിൽ നിന്ന് ഈ തിന്മയുടെ ശക്തി അലറിക്കൊണ്ട് പോകുമ്പോൾ ശരിക്കും എൻ്റെ മുറിക്കകത്തോടെ ഒരു പാമ്പ് എഴയുന്നത് പോലെ ഇതിങ്ങ് എഴഞ്ഞിട്ട് മുറിയുടെ ഭിത്തിയിലോട്ട് പോയി തലയങ്ങ് ഇടിച്ച് ഇതങ്ങ് ചത്ത പോലെ കുട്ടിയെ നിലത്തി വിടും. അപ്പം ഞാൻ ഹോളി വാട്ടർ എടുത്ത് തളിക്കുന്നുണ്ട്. അതിനുശേഷം കൊച്ച് ഉണരുന്നുണ്ട്. ഉണരുമ്പോൾ ഞാൻ കണ്ടുമുട്ടുന്നൊരു പുതിയൊരു ജീവിതമാണ്. ആ കുട്ടി എഴുന്നേറ്റിട്ട് അന്ന് കുർബാന തുപ്പാൻ വേണ്ടി കുർബാന നാവി വെച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആ കുർബാനേൻ്റെ പാത്രത്തിലൂടെ ഞാൻ തുപ്പിച്ചിരുന്നു. ഒരു പാത്രത്തിൽ വെള്ളത്തിലുണ്ടായിരുന്നു, അതെടുത്ത് കൊച്ചു അതിൻ്റെ 3 വർഷം 4 വർഷം കൂടി ആദ്യമായിട്ട് കുർബാന സ്വീകരിക്കുന്നു. പിന്നെ പോയി ഒരു കുമ്പസാരം നടത്തുന്ന ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു വലിയൊരു കുമ്പസാരം. ആ കുഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ടു. ഇന്ന് ആ കുഞ്ഞ് അതിനുശേഷം പിന്നെ അത് വിവാഹമൊക്കെ കഴിച്ചപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് സമാധാനത്തോടെ നല്ല കുടുംബജീവിതം നയിക്കുന്നു. ഞാൻ ഓക്കെ, ആ പൈശാചിക ശക്തി ആ കുട്ടിയിൽ നിന്ന് വിട്ടുപോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി മാത്രമല്ല, കുടുംബം മാത്രമല്ല, അവിടെ മുഴുവൻ തകർന്നു പോകേണ്ടതാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈശാചിക ശക്തികളുടെ പ്രവർത്തനം അറിയാൻ നമ്മൾ ഏറ്റവും കൂടെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അമ്മ വന്നാലേ അതറിയാൻ പറ്റും. അമ്മയോടുള്ള അടുപ്പം ശരിക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കിട്ടുന്നവർക്കറിയാം പൈശാചികശക്തിയുടെ ബഹളങ്ങൾ, അസ്വസ്ഥതകൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അത് വ്യക്തികൾക്ക്. അപ്പം ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിൽ കണ്ടതാണ് ഈ അമ്മയുടെ പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥം. അതിൻ്റെ ഫലമായിട്ട് ബന്ധനം ഒഴിഞ്ഞു പോകാൻ പറ്റും. ഞാൻ ഇന്നാണല്ലോ എപ്പോഴാണ് ഞാൻ രാത്രിയിലൊക്കെ ഇടയ്ക്ക് ഉണരുകയാണെങ്കിൽ അറിയാതെ എൻ്റെ നാവിൽ വരുന്നൊരു പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ. കിടക്കാൻ നേരത്ത് ഉറങ്ങിത്തുടങ്ങുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ. എഴുന്നേറ്റ് വരുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അതെൻ്റെ ഒരു ജീവിത ശൈലിയായിട്ട് തന്നെ മാറിപ്പോയിട്ടുണ്ട്. എവിടെയെല്ലാം ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് വരും, പെട്ടെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കാരണം വെച്ചാൽ ഈ ഒരു അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ആ സ്വരം കേൾക്കുമ്പോൾ
സാത്താൻ അലറി ഓടുമെന്ന് എനിക്ക് ഉറപ്പ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ ആ തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം, അമ്മയോട് ചേർന്നിരുന്നുള്ള വിശ്വാസം. ശരിക്കും ഞാൻ ഓർക്കുക, ഈ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ അനാഥ കുട്ടിയായി വളരുന്നൊരു കുഞ്ഞ് അവസാനം സഭയുടെ പത്രോസായിട്ട് മാറുന്ന, സഭയുടെ തലവനായിട്ട് മാറുന്ന ആ വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണ് അവിടെ കൊണ്ടുപോയി ആ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തി സഭയുടെ തലപ്പത്തിരുത്തി സഭയെ നയിക്കുന്ന ഒരു ആത്മീയത കൊടുക്കാൻ ദൈവം ആരാണ് അവിടെ എത്തിച്ചാൽ തീർച്ചയായിട്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു കാര്യം പറയും, പരിശുദ്ധ അമ്മയാണ് എന്നെ ഇവിടം വരെ വളർത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുടുംബത്തിലേക്ക് പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ ഒത്തിരിയേറെ സ്നേഹിക്കണം. ഇന്നത്തെ ലോകത്തിൽ പൈശാചിക ശക്തികൾ അങ്ങേയറ്റം വളരുകയാണ്. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, വ്യഭിചാരം, സ്വർഗരി, ഹോമോസെക്സ്, ലെസ്ബിയന്, വഴിവിട്ട ബന്ധങ്ങൾ, മീഡിയ അഡിക്ഷൻസ്, ഇൻ്റർനെറ്റ് അഡിക്ഷൻസ്, ബ്ലാക്ക് മാസിൻ്റെ അഡിക്ഷൻ, സൈറ്റാനിക് വേർഷിപ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ഇത് പൈശാചിക ശക്തിയുടെ പ്രവർത്തനം. ഞങ്ങൾക്കൊന്ന് അന്നാ കുട്ടി എല്ലാം ഈശോയെ എതിർക്കുകയാണ്. ശരിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ നിൽക്കുന്ന പൈശാചിക ശക്തിയാണത്. പലപ്പോഴും ഈശോയെയും സുവിശേഷത്തെയും തിരുസഭയെയും മാതാപിതാക്കളെയും അധികാരികളെയും വെറുക്കാനായിട്ടുള്ള ശക്തമായ പ്രേരണ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അത് പൈശാചിക ശക്തിയാണത്. ചിലർ ചെയ്തതുകൊണ്ട് സഭയെ തകർക്കണം എന്നാണ് അവരുടെ ചിന്ത. അതാണ് ശരിയെന്നാണ് ചൊല്ലി. മെത്രമാരൊക്കെ തീർക്കണം, അതാണ് അവരുടെ ചിന്തയാണത്. അപ്പം ഈ ലോകത്തിന് സഭയുടെ വചന പ്രഘോഷണമെല്ലാം ഇല്ലാതാക്കണം, പരിശുദ്ധമ്മയുടെ ജപമാല ഇല്ലാതാക്കണം, പരിശുദ്ധ കുർബാന ഇല്ലാതാക്കണം. അപ്പം ഇതിങ്ങനെയുള്ള പ്രവണതകൾ നൽകുന്നത് ചിലപ്പോൾ ആടുകളുടെ വേഷത്തിൽ തന്നെ നല്ല ബാലക കുഞ്ഞുങ്ങളെ പോലെ നിന്നുകൊണ്ടായിരിക്കും ഇത്ര വലിയ പൈശാചിക ശക്തികൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ കുതന്ത്രങ്ങൾ, അതിനോട് എതിരിടാൻ നമുക്ക് വാക്കുകളൊന്നുമില്ല. ഇന്നത്തെ ചില യുക്തിവാദികളുടെയും എതിർ ചിന്തകളുള്ളവരോടും എതിരിടാൻ നമ്മുടെ വായിൽ വാക്കുകളൊന്നുമില്ല. വാക്കുകളുകൊണ്ട് പറ്റില്ലത്, ഒരിക്കലും പറ്റില്ലത്. ഇതിനെ എതിർക്കുന്നത് പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ്. മത്തായി 12:28-29 വചനം പറഞ്ഞു, ദൈവാത്മാവിനാൽ ആണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കേൾക്കണം. ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് അവിടെ ബന്ധനം അഴിച്ചുവിടുന്നത്. അത് തന്നെയാണ് 1 കൊരിന്തോസിൻ്റെ 2:14-15-16 വചനത്തിൽ പറയും, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യവും തിരിച്ചറിയുന്നു, വേറെ ആർക്കതറിയാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മ ശക്തിയാണ്. ലൂക്ക 9:1-2 പറയുന്ന 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയൊരു മിറക്കൾ, കഴിഞ്ഞ ദിവസങ്ങളൊരു അത്ഭുതം ഉണ്ടായി. ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെ വൈകുന്നേരം ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ സെൻറ്ററിൽ ഇവിടെ വന്നു. ഇവിടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ഇങ്ങനെ പ്രയറിലാണ്. പസവൻ ഞാനിതിൽ ചുറ്റും നടന്നു. അപ്പോൾ ഞാൻ ഈ കരുണപ്പള്ളിയുടെ അടുത്തുള്ള പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ അടുത്ത് അവിടെ ഒരു ഫാമിലി അവിടെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ പറഞ്ഞു. കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞു. ഇവിടുത്തെ ഒരു മോളാണ്, ആ കൊള് പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ കൊച്ചിന് ഭയങ്കരമായ നെഗറ്റീവ് ബോധ്യമാണ്. ആ കൊച്ചു പറയുന്നത് എല്ലാ മതങ്ങളും ഒരുപോലെ, എല്ലാ വിശ്വാസവും ഒരുപോലെ, ദൈവമൊന്നുമില്ല, വേറെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫിലോസഫി ഈ കൊച്ചിൻ്റെ തലയിൽ. എല്ലാത്തിനും നെഗറ്റീവ്. പള്ളി പ്രാർത്ഥന വേണ്ട, കുമ്പസാരം വേണ്ട, കുർബാന വേണ്ട, ഒന്നും വേണ്ട, എല്ലാം നെഗറ്റീവ്. അപ്പോൾ എൻ്റെ കൂടുതൽ അച്ഛൻ പറഞ്ഞു, ഡൊമിനിക്കച്ച നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, അപ്പോൾ എവിടെയാണ് അവർ നിൽക്കുന്നത്? ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു അവിടെയാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് വേണ്ട, ഞാൻ പറഞ്ഞു അങ്ങോട്ട് തന്നെ ഞാൻ പോകാം. കാരണം ഞാൻ അങ്ങോട്ട് പോകാനുണ്ടായ കാരണം അവിടെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയുടെ തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നത്. കണ്ടപ്പം അങ്ങോട്ട് അമ്മയുടെ അടുത്ത് ഇരുന്നുകൊണ്ട് കുട്ടിക്ക് പ്രാർത്ഥിക്കാം. അപ്പം അപ്പനും അമ്മയൊക്കെ ഉണ്ട്, അപ്പനുണ്ട്, അവരുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട് അവിടെയുണ്ട്. അപ്പം ഞാൻ ഈ കൊച്ചിനോടൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്കറിയാം ഈ കൊച്ചിനോട് പറയുമ്പോൾ തർക്കമാണ്, ഭയങ്കര തർക്കം. പലരും തർക്കങ്ങളാണ്. എന്തെങ്കിലും പറയാം ഒട്ടനെ നമ്മളൊന്നും പറയിപ്പിക്കത്തില്ല, വാ പൂട്ടും. കാരണം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം, ഞാൻ പലപ്പോഴും തർക്കിക്കാൻ പോകാറില്ല. കാരണം നെഗറ്റീവ് സ്പിരിറ്റാണത്. അതിനെ നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാം. അഭിഷേകം കൊണ്ട് മാത്രമേ ഇതിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ അഭിഷേകമല്ല, പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട്. അപ്പം ഞാൻ ഈ കൊച്ചിൻ്റെ തല്ല അവിടെ കഴിച്ചപ്പോൾ കൊച്ചു ബോധം കെട്ട് താഴെ പോയി.
അപ്പം എൻ്റെ കൂടെയുള്ള അച്ഛൻ പെട്ടെന്ന് ഓടിപ്പോയി ആനാമ്പള്ളി എടുത്തുകൊണ്ട് വന്നു. ഞാൻ തല തളിച്ചു. 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ജ്ഞാനം ഈ കുഞ്ഞുകൊണ്ട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, കുഞ്ഞോളെ എനിക്കൊരു കാര്യം, ഈശോ നീ 4 വയസ്സോ 5 വയസ്സോ വല്ല പ്രായമുള്ള പോലും പേടിച്ചിട്ടുണ്ടോ? അവിടെ കൊണ്ടു എനിക്ക് ഭയങ്കര പേടിയുടെ ആളാണ്. പുറയുന്ന ആരെങ്കിലും ശബ്ദം കേട്ടാൽ തെട്ടാ ഞാൻ പേടിച്ചു വെച്ചു. ഉടനെ അറിയാതെ ആത്മാവിനൊരു വാക്ക് പറയണേ, ഭയം അടിമത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എല്ലാത്തിനും നമ്മൾ അടിമകളാക്കുന്നതാണ് ഭയം. മോളെ അതുകൊണ്ടാണ് നിന്നിൽ ഭയമാണ്. ഏതെങ്കിലും അത് ചില ഫിലോസഫിക്ക് പോലും തത്വശാസ്ത്രങ്ങൾക്ക് പോലും ഇന്നത്തെ സമൂഹം നെഗറ്റീവ് ഒരു ഡിപ്പെൻഡൻസി, അത് അങ്ങോട്ട് ഭയമുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും അടിമയാകാനുള്ള സാധ്യത കൂടുതലാണ്. ഭയമുള്ളവൻ അടിമയാണ്, അടിമത്തത്തിലേക്ക് അവൻ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 30 മുതൽ വചനം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, പാപം ചെയ്യുന്ന പാപത്തിൻ്റെ അടിമയാണ്. അപ്പം ഈ അടിമ അതുകൊണ്ട് മോളെ നീ ഇന്ന് തെറ്റായ കാര്യത്തിന് അടിമയായി പോയതാ. വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ എൻ്റെ ഈശോയെ ഈ കുഞ്ഞ് ചാടി എഴുന്നേറ്റു, ആൾ ഡെലിവറസ് തുറന്നു. ഞാൻ പറഞ്ഞു, മോളെ അവിടെ ആ ജനലെങ്കിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, പള്ളിക്കകത്ത് കണ്ട എവിടെ കൊച്ചോടി പോയി പള്ളിക്കകത്ത് കയറി പ്രാർത്ഥന തുടങ്ങി. ഈശോയ്ക്ക് നന്ദി പറയാൻ ഞാൻ ഒരു നിമിഷം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണു തുറപ്പോൾ എൻ്റെ കൂടുതൽ അച്ഛൻ പറ്റും എനിക്ക് കൊച്ചകത്ത് കയറി പ്രാർത്ഥിച്ചോട്ടെ. എന്നൊക്കെ ഒറ്റ നിമിഷം കണ്ട അടിമത്തം തീർന്നേ. ഏതോ ഫിലോസഫി ആരോ പഠിപ്പിച്ചു, എവിടുന്നോ പഠിപ്പിച്ചു. ചില പറയും ഇന്നത് വഴിവിട്ട ബന്ധങ്ങൾ കുഴപ്പമില്ല, അതൊക്കെ പൈശാചികത്തിൻ്റെ പഠനങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട പ്രബോധനങ്ങൾ സൂക്ഷിക്കണം. അന്ന് യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനമുണ്ട്, നിങ്ങൾ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്, കൂടുതൽ കഠിനമായ കർശനമായ ശിക്ഷയ്ക്ക് വിധേയപ്പെടേണ്ടി വരും. ഉറപ്പാണ്. പ്രബോധകരുടെ എണ്ണം കൂടുകയാണ്. സത്യവചനത്തിന് നേരെ വിരുദ്ധമായിട്ട്, പരിശുദ്ധാത്മാവിന് വിരുദ്ധമായിട്ട്, അഭിഷേകത്തിന് വിരുദ്ധമായിട്ട്, ദൈവാത്മാവിൻ്റെ വരങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്ന് പലച്ചിലുണ്ട്. വരങ്ങളെയൊക്കെ കുറ്റം പറയുന്ന ആളുകളും കണ്ടുണ്ട്. അതിന് കാരണം എന്താ? 1 കൊറിന്തോസിൻ്റെ 2:14 അവിടെ പറയുന്നുണ്ട്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവന് സ്വീകരിക്കുന്നില്ല. അപ്പം ലൗകിക മനുഷ്യനാണ് അവൻ. അപ്പം അതുകൊണ്ട് അവന് പരിശുദ്ധാത്മാവിന് ദാനങ്ങളോ പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തലുകളോ പ്രത്യക്ഷപ്പെടലുകളോ അടയാളങ്ങളോ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോ അവൻ വിശ്വസിക്കാത്തതിന് കാരണം അവൻ ലൗകിക മനുഷ്യനാണ്. അവൻ പണം, സുഖം, പേര്, പെരുമ, പ്രശസ്തി, നേട്ടം, ഇതിന് മാത്രമാണ് അവരൊന്നാം സ്ഥാനം. അപ്പം അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് അപകടങ്ങൾ, അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരൊക്കെ ഈ ധ്യാനം കൂടുന്ന, ഈ വചനത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ അന്ന് ഞങ്ങൾക്ക് മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ വെച്ച്, ആ ഗ്രോട്ടോയുടെ മുമ്പിൽ ഞാൻ ഇവിടെ പറയേണ്ടത്, ആ ഗ്രോട്ട ഒരു അനുഗ്രഹത്തെ. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി നിൽക്കുന്ന പോലത്തെ, ചുമ്മാ ഒരു രൂപമായിട്ടല്ല, ഞാൻ പറഞ്ഞു ഒരു പേഴ്സണായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ ആ ഒരു ഗ്രോട്ടയുടെ മുമ്പ് വെച്ച് പലപ്പോഴും അനുഭവിച്ചു. എന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോയാൽ അത് അതേപടി തന്നെ മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയും, മക്കൾ അവിടെ ഒരു 3 അവിടെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ പറയും, അമ്മേ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. എൻ്റെ കാര്യം നോക്കിക്കോണം കേട്ടോ, ഇത്ര ചെറിയ കാര്യം, വലിയ ഇതേ കാര്യമുണ്ട് കേട്ടോ. എനിക്കതിന് പെട്ടെന്ന് എന്തോ ഉത്തരം കിട്ടുന്നതിനിപ്പോൾ ഒരു പ്രാവശ്യമല്ല 100 വട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ ചില വലിയ വിഷമഘട്ടങ്ങളിൽ ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അതിന് അനുഭവം കിട്ടിയിട്ടുണ്ടോ, അത് വെറുതെ വരെയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവിടെ കൊച്ച് അകത്തോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു, അവിടെ ഇങ്ങോട്ട് പോയി പ്രാർത്ഥിച്ചേക്കാം. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, ഡെലിവറീസ് സംഭവിച്ചു, വിടുതലും സംഭവിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് കുഞ്ഞ് നിറയുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, ഇനിയും വരണം, കാരണം പ്രാർത്ഥന മേടിച്ചോണം. പല പ്രാവശ്യം പ്രാർത്ഥിച്ചുമ്പോൾ കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യത്തിലേക്ക് വരും, എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സംഭവിച്ചത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ പവർ അത്ര വലിയൊരു പവറാണ്. ഈ അനുഭവം നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ. മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലണം. നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാനസാന്തരത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം മോനിക്ക പുണ്യവതിയാണ്, വിശുദ്ധയായ മോനിക്ക പുണ്യവതി. ഈ മോനിക്ക പുണ്യവതി എന്താ ചെയ്തത്? മോനിക്ക പുണ്യവതി പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് ഈ മകനെ അഗസ്തീൻ എന്ന മാരക പാപിയായ ദൈവനിഷേധത്തിൻ്റെ വാക്കുകളുള്ള അസന്മാർഗിക ജീവിതമുള്ള ആളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടാണ്. എനിക്കറിയാം, നിങ്ങൾ ചരിത്രം പഠിക്കണം. ഒരിക്കലും ഈ മകനോട് അമ്മ പറയുന്നുണ്ട്, നീ മാനസാന്തരപ്പെടാതെ ഞാൻ ഇനി ഒരുമിച്ച് നിൻ്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കില്ലെന്ന് പറയും. അമ്മ പിന്നെ ഇവന് ഉപദേശമൊക്കെ നിർത്തി. അമ്മയൊന്നുമില്ല, ഓക്കെ, എല്ലാ കാര്യങ്ങളും സഹായിക്കുമ്പോൾ ഉപദേശങ്ങൾ കംപ്ലീറ്റ് ഇവന് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്,
താക്കീതുകളൊക്കെ നിർത്തിയിട്ട് ഈ അമ്മ കണ്ണുനീരോടെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മകന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, അല്പം കഴിഞ്ഞപ്പോൾ ഇവളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവള് വിശുദ്ധയായി തീർന്നു, മകനും വിശുദ്ധനായി തീർന്നു. ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട്, ധ്യാന മേഖലയിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഉപദേശങ്ങൾ കൊണ്ടാരും നന്നാകാൻ പോകുന്നില്ല. ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നതോടെ ചിലപ്പോൾ ഹൃദയം ചിലപ്പോൾ കഠിനമായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വല്ല ബുദ്ധി അറിവൊക്കെ കൊടുത്ത് ആളുകളെ വളർത്താൻ പറയുമ്പോൾ കുറച്ചും കൂടെ അവൻ്റെ ഹൃദയം കഠിനമായി പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവന് വേണ്ടി, അവൾക്ക് വേണ്ടി കണ്ണുനീരൊടുക്കി വിശ്വാസത്തോടെ ദൈവത്തിനു മുമ്പിൽ നീ പ്രാർത്ഥിച്ചാൽ അവിടെ കാണാൻ പറ്റും അടയാളം, അത്ഭുതങ്ങൾ, ലോകശാന്തികൾ, വിടുതലും ഒക്കെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളുള്ള സകല പ്രശ്നങ്ങളും തീരാം. ഒരുപക്ഷെ മക്കളുടെ പഠന തടസ്സമാകാം, ഭാവി തീരുമാനങ്ങളുടെ പ്രശ്നമാകാം, വഴിവിട്ട ബന്ധമാകാം, വിശ്വാസമില്ലാത്ത മക്കൾ കാണുമായിരിക്കും. ചിലപ്പോൾ ഇൻ്റർനെറ്റിനും മറ്റ് ഗെയിംസിനും ഒക്കെ, ഇന്നത്തെ പുതിയ ഗെയിംസിനൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ കാണും. മാതാപിതാക്കളോട് ഭയങ്കര വയലൻ്റ് ആകുന്ന മക്കൾ കാണും. പ്രായപൂർത്തി കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന മക്കൾ കാണും. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ കിടന്ന് നിലവിളിച്ച് കരഞ്ഞ് വാവിട്ട് കരഞ്ഞ് ജീവിതത്തിൽ വേറൊരു പ്രത്യേക രീതി പോകാതെ ദൈവാനുഭവത്തിൻ്റെ വഴി അനുഗ്രഹങ്ങൾ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനമുണ്ട്. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഹോസിയ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ തകർച്ചകളുടെ നടുവിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തോട്, അവിടെയുള്ള കുടുംബങ്ങളോട്, വ്യക്തികളോട് പറയുകയാണ്, ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. അതാണ് ചിലരുണ്ട് രാത്രി കണ്ട് കരയാ, ഉറക്കമില്ല, അവർക്ക് ഉറക്കമില്ല, ഡിപ്രഷന് മരുന്ന് കൊടുക്കണം, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, എല്ലാവരോടും പകയാണ്, എല്ലാവരോടും പ്രതികാര ബുദ്ധിയാണ്, എല്ലാം നെഗറ്റീവാണ്. അവൻ മനസ്സ് മുഴുവൻ നെഗറ്റീവായി തീരുകയാണ്. കാരണം എന്താ? ദൈവത്തെ വിളിക്കുന്നില്ല. സ്വന്തം ബുദ്ധി കൊണ്ട് പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടുപിടിക്കാൻ മനുഷ്യൻ പരക്കപ്പാച്ചിലാണ്. അതാണ് കുഴപ്പം. സ്വന്തം ബുദ്ധി കഴിവുകൊണ്ട് എല്ലാം നേടാമെന്ന് മനുഷ്യൻ കരുതുന്നു. നേടിയാലും ഒരിക്കലും നേടാൻ പോകുന്നില്ല. അതവൻ്റെ പരാജയം, തകർച്ചകൾ അവൻ വിളിച്ചു വരുത്താൻ പോവാണ്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനത്തിലെ 118 8 മുതൽ 12 വരെയുള്ള വചനമാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ജനതകൾ എന്നെ വലയം ചെയ്തു, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അവരെന്നെ വലയം ചെയ്തു, എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. മുൾപടർപ്പിന് പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി, ഞാൻ വീഴുമായിരുന്നു, എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി. എന്തോ ഒരു നല്ല വചനമെന്നറിയാവോ? ഈ വചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. വചനം വെച്ച് പ്രാർത്ഥിക്കും. ഈ വചനം ഭയങ്കര പവർഫുൾ വചനമാണത്. അതായത് പറയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പലപ്പോഴും എൻ്റെ നിങ്ങളുടെയൊക്കെ കുഴപ്പം, മനുഷ്യരെ ആശ്രയിക്കുക, കഴിവുള്ളവരെ, സ്ഥാനമാനങ്ങളുള്ളവരെ, പണമുള്ളവനെ, പേരുള്ളവനെ, പ്രശസ്തിയുള്ളവനെ, ബുദ്ധിയുള്ളവനെ, എഡ്യൂക്കേഷൻ ഉള്ളവരെ ഒക്കെയാണ് ഇത് ആശ്രയിക്കുകയാണ്. ചില പെൺകുട്ടികളൊക്കെ ചില വിവാഹ ബന്ധങ്ങൾക്ക് പോകാൻ കാരണം അവൻ്റെ കഴിവും, അവൻ്റെ നടപ്പും, അവൻ്റെ പൊക്കവും, അവൻ്റെ വണ്ണവും, അവൻ്റെ സംസാരശീലവും ഇതൊക്കെ കണ്ടിട്ടാണ് അവൻ്റെ പുറകെ നടക്കുന്നത്. ചില ആണുങ്ങളുണ്ട്, ചില പെൺകുട്ടിയുടെ പുറകെ പോകുന്നു, അവളുടെ വിദ്യാഭ്യാസം, അവളുടെ ജോലി, അവളുടെ സ്ഥാനമാനം, അവളുടെ പണം, അവളുടെ സൗന്ദര്യം, അവളുടെ അഴക്, അവളുടെ ഭാഷ, അവളുടെ പേര്, ഇതൊക്കെ നോക്കിയിട്ടാണ് അവള് അങ്ങ് പ്രേമിക്കാൻ പോകുന്നു. അതൊന്നും കുറച്ച് കഴിയുമ്പോഴാ മിന്നുന്നതെല്ലാം പൊന്നല്ല, തിരിച്ചറിയുന്നത് അല്പം കൂടെ കഴിയുമ്പോഴാ ഇതൊന്നും ശരിയാകത്തില്ല. എത്രയോ കുടുംബജീവിതങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇതൊന്നും ശരിയാകത്തില്ല. നോക്കുമ്പോൾ എന്താ കുഴപ്പം? എല്ലാവരും പറഞ്ഞു ഇവളും എടുക്കൻ, ഇവനും എടുക്കൻ. പിന്നെ എന്താ ഇവിടെ കുഴപ്പം? ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അവിടെ ദൈവമില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വിശ്വാസമില്ലെന്ന് മാത്രമേ ഉള്ളൂ. മുഴുവൻ മൊത്തം തട്ടിപ്പാ. ആത്മീയതയുടെ തട്ടിപ്പിൻ്റെ അങ്ങേറ്റം കാണിക്കും. അപ്പം ഈ തട്ടിപ്പിനകത്ത് നിൽക്കുന്നവനും ഒരിക്കലും ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധനം അടിയണമെങ്കിൽ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കണം.
ഈശോയ്ക്ക് കൊടുക്കണം. അല്ലാണ്ട് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പൈശാചിക ശക്തികളൊക്കെ വിട്ടുപോകണം എന്നിട്ട് ഈശോയിലേക്ക് വരണം നമ്മൾ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുണ്ട്. മക്കളൊക്കെ ഒത്തിരി വേദനയിലായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ കണ്ണുനീരിൻ്റെ കഥകൾ കാണും. രോഗികൾ വീട്ടിൽ കിടപ്പുണ്ടാകും. പ്രായമായ മാതാപിതാക്കൾ കിടപ്പുണ്ട്, കരയുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഈ ക്ലാസ്സൊക്കെ തരുമ്പോൾ എൻ്റെ മക്കളും കൂടെ അച്ഛൻ്റെ ഈ ക്ലാസ് കേൾക്കാൻ എൻ്റെ കൂടെ ഇരുന്നെങ്കിൽ ഞാൻ എത്രയോ നാളെ ആഗ്രഹിക്കുന്ന അച്ഛോ, നടക്കുന്നില്ല അച്ഛാ. ഒന്ന് കൊന്ത ചെല്ലുമ്പോൾ കൂടെ ഒന്ന് ചൊല്ലാൻ ഒരു ആരുമില്ല. അവനാണ്ട് മൊബൈൽ ഫോണായിട്ട് മുറ്റത്ത് നിൽക്കുക. അവന് ടെറസേല കയറി അവൾ കയറിയിരിക്കുന്നത്. അവനകത്തെ മുറിയിലിരിക്കുകയാണ്, അവളകത്തെ മുറിയില്ല. അപ്പനെന്തേ ജോലി ഇത് കട പൂട്ടിയിട്ട് വരാൻ വേണ്ടി ഇരിക്കുക. എപ്പോഴാ വരുന്ന അറിഞ്ഞുകൂടാ. ഇങ്ങനെ പോയാൽ വീട് പൂട്ടപ്പെടും. ഇപ്പോഴത്തെ വലിയ മക്കൾക്കുണ്ട്, വീട് പൂട്ടിപ്പോയാലോ, അപ്പനമ്മ നശിച്ചു പോയാലോ, മക്കൾ നശിച്ചു പോയാലോ. ആർക്കും ഒരു കുഴപ്പമില്ലാത്ത ഒരു കാലഘട്ടം. അതാണ് പിശാചിൻ്റെ അന്ധകാരത്തിൻ്റെ കാലഘട്ടം. അതല്ലേ ഈ ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെ മലകളെ വന്ന് വീഴുവിനെന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടാവുകയെ. മക്കളില്ലാത്ത അമ്മമാർക്ക് ഭാഗ്യമെന്ന് പറയുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നൊരു വെളിപാടി പറയുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത്. ശരിക്കും നാളുകൾ ദുരന്തം കോവിഡൊന്നുമല്ല. കോവിഡൊക്കെ ദുരന്തങ്ങളാണ്, പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതൊന്നും ബാധിക്കാതിരിക്കണമെങ്കിൽ ഇതിന് മുകളിൽ നിൽക്കുന്നൊരു വിശ്വാസം വേണം, ഈശോയുമായിട്ടുള്ള ബന്ധം വേണം. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പീഡനങ്ങളുടെ സഹനങ്ങളുടെ അഗ്നി തടാകത്തിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴെല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ വരുന്നോ അപ്പോഴെല്ലാം ഞാൻ ഒരു കയ്യെ കയറി പിടിക്കും. ഞാൻ പരിശുദ്ധ അമ്മയുടെ കയ്യെ കയറി പിടിക്കും. ആ അമ്മ എന്നെ അങ്ങ് എത്തിക്കും. ഇന്ന് വരെ എത്തിച്ചിട്ടുണ്ട്, നാളെയും എത്തിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. അതിൻ്റെ വിശ്വാസം അമ്മയാണ് നടത്തുമെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയൊരു മാനസാന്തരം, വലിയ വിശ്വാസ അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തകളും മുഴുവൻ ദൈവകരങ്ങളിൽ ചേർത്ത് വെക്കാം. ദൈവം നല്ലവനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. വീണ്ടും ഞാൻ പറയാം, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. വീട്ടിൽ ജപമാല ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഈ 8 ദിവസം നമ്മൾ നടത്തുന്ന ഈ കൺവെൻഷൻ, ഈ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കണം. തിരുന്ന് പരിശുദ്ധ അമ്മ നിങ്ങളുടെ വീട്ടിൽ വരണം. അമ്മയുടെ രൂപം ഉണ്ടെങ്കിൽ അതെടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് അത് വൃത്തിയാക്കി അതിന് മുമ്പിലൊരു തിരിയൊക്കെ തെളിച്ച് വെച്ച് 2 പൂക്കളൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട്, നമുക്ക് എന്തിനെല്ലാം വീട്ടിൽ പണമുണ്ട്, ദുർച്ചെലവിന് എന്തേരെ എടുക്കുന്നു. പക്ഷേ അവിടെയുള്ള ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് ഒരു അലങ്കരിക്കാൻ നമ്മൾ എത്ര രൂപ മുടക്കുന്നുണ്ട്. അത് മുടക്കുമ്പോൾ എല്ലാത്തിനും കണക്കാണ്. ചിലരുണ്ട് പള്ളി പണിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കുറ്റം പറച്ചില്ല. എന്നാൽ അവൻ്റെ വീട്ടിലോ അവൻ്റെ ചുറ്റുപാടോ അവനെടുക്കുന്ന ദുർച്ചെലവൻ എന്തേരം മുടക്കിയാലും അവനൊരു കണക്കുമില്ല. പള്ളിക്കോ സഭയ്ക്കോ ബലിപീഠത്തിനോ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം അവന് ഭയങ്കര അസ്വസ്ഥനാണ് അവൻ. പക്ഷേ അവൻ്റെ വീട്ടിലോ അവൻ്റെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്ന് ഇത് മാതാവിൻ്റെ ഒന്ന് വൃത്തിയായിട്ട് വെക്കണം. അതിൻ്റെ മുമ്പിൽ ഒന്നും മുട്ടുകുത്തണം. നിങ്ങൾ ദിവസങ്ങളൊന്നും മുട്ടുകുത്തുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഈ ദിവസങ്ങൾ മുടങ്ങാതെ ചെല്ലാം. ഒന്നാമത് ചെയ്യേണ്ടത് ഒരു 12 പ്രാവശ്യം നമുക്കറിയാം 12 അപ്പസ്തോലന്മാരോട് ചേർന്നിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് 12 പ്രാവശ്യം നിങ്ങൾ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ഹൃദയപൂർവ്വം ചൊല്ലണം. എല്ലാ വീട്ടിലും ഈ ദിവസങ്ങളിൽ ചൊല്ലണം. 12 പ്രാവശ്യം എത്രയും ദയുള്ള മാതാവെ ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറേ നേരം എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന് ആ മാതാവിൻ്റെ രൂപത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞ് നിങ്ങൾ കുറേ നേരം പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോടങ്ങ് പ്രാർത്ഥിക്കണം. അമ്മയോട് എൻ്റെ അമ്മ, അത് എത്ര പ്രാവശ്യം ആ ഒരു സുഹൃത ജപമാണെന്ന് ചൊല്ലിയെന്ന് കുഞ്ഞുങ്ങളെല്ലാം യൂത്തൊക്കെ പ്രാർത്ഥിക്കണം. യൂത്ത് ഇതങ്ങ് പ്രാർത്ഥിച്ച് വലിയ വിടുതലും സൗഖ്യവും അനുഗ്രഹവും ഒക്കെ കിട്ടും, അഭിഷേകം കിട്ടും. എന്നാൽ ശരിക്കും നമുക്കതങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മ, എൻ്റെ ആശ്രയം. നമ്മുടെ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും നല്ലൊരു സുഹൃത്ത് എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ. അതിങ്ങനെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുണ്ട്, വെറുതെ ആരെയും കേൾപ്പിക്കാനല്ല. അത് വളരെ ബോധ്യത്തോടെ ചൊല്ലി നന്നായിട്ടങ്ങ് പ്രാർത്ഥിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു ജപമാലെങ്കിലും, ഒരു മാതാവിൻ്റെ ജപമാലെങ്കിലും, ഞങ്ങൾക്ക് ഒത്തിരിയും ജപമില്ല, നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഒന്നുമില്ല, ഒരു ജപമാല അത് ആത്മാർത്ഥമായിട്ട് അങ്ങ് ചൊല്ലി പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ശരിക്കും അത് ചൊല്ലി കൂട്ടലല്ല. ചിലപ്പോൾ നമുക്ക് 1000 ജപമാലയല്ലേ ചൊല്ലി കഴിയുമ്പം എത്ര ചെല്ലിയോ ഒന്നും അറിഞ്ഞില്ല. കാരണം വേറെ ലോകത്തിലുണ്ട്. നമ്മുടെ ഹൃദയം സമർപ്പിക്കാത്ത പ്രാർത്ഥനയെല്ലാം അധര വ്യായാമങ്ങളാണ് എന്ന് ഓർത്തോണം. ഹൃദയം കൊടുക്കാത്ത പ്രാർത്ഥനകളെല്ലാം അധര വ്യായാമങ്ങളാണ്.
ഹൃദയം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഇത്രയും വർഷങ്ങൾക്കുള്ളിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. എത്ര ദിവസത്തെ പ്രാർത്ഥനയായിട്ടുണ്ട്. ഹൃദയം കൊടുക്കാത്ത പ്രാർത്ഥന, അധര വ്യായാമങ്ങൾ, എൻ്റെ ഉള്ളിൽ തൊട്ടുള്ള പ്രാർത്ഥനയാണ് വരേണ്ടത്. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. ഹന്ന ദേവാലയത്തിൽ നിന്ന് കരയുക, അവൾ അസ്വസ്ഥയാണ്, അവൾ ഹൃദയം കൊടുത്തുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഏലി എന്ന പുരോഹിതന് തോന്നി അവളെന്തോ മദ്യപിച്ചിട്ടൊക്കെ പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് തോന്നിയത്. ചെന്നിട്ട് അവളോട് വഴക്ക് പറയുന്നത്. അപ്പോൾ പറഞ്ഞത്, അല്ലയോ ഗുരുവേ, ഞാൻ അങ്ങനെ ചെയ്തൊന്നുമല്ല, എൻ്റെ വിഷമം മുഴുവൻ പറയുക. അപ്പോൾ ശരിക്കും ഹൃദയം തുറന്നു അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുറേ നേരം പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് നിർബന്ധമായിട്ടും പ്രാർത്ഥിച്ചിരിക്കണം. അപ്പോൾ ദൈവകരുണ, ദൈവകൃപ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ ഒരു വചനം മറന്നേക്കരുത്. ഒരു വചനം ഞാൻ പറയാം, അത് നിങ്ങൾ ആവർത്തിച്ച് അതൊരു 12 പ്രാവശ്യം വായിച്ചു ചൊല്ലുക. എല്ലാം ഈ 12 പ്രാവശ്യം. കാരണം 12 അപ്പോസ്തലന്മാരോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. 12 പ്രാവശ്യം ഞങ്ങൾ ചൊല്ലേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 3:15, നീ സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. അവൾ നിൻ്റെ തല തകർക്കും. അവൾ പറയുന്നുണ്ടല്ലോ, നീ അവൻ്റെ കുതുകാലിൽ പരിക്കേൽപ്പി, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതുകാലിൽ പരിക്കേൽപ്പി. ആ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള, ഈശോ മിശിഹായെക്കുറിച്ചുള്ള, കുരിശുമരണത്തെക്കുറിച്ചുള്ള, നിത്യജീവ രക്ഷയെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യത്തിൻ്റെ വെളിപാടിൻ്റെ വചനം അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 12 പ്രാവശ്യം ചൊല്ലി വീട്ടിൽ. അത് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാണ്. ആ വചനം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടുണ്ടാകും. സാത്താൻ്റെ തല തകർക്കപ്പെടും. ഈശോയുടെ ഇടപെടുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയോടെ കർത്താവ് നിന്നിലും നിൻ്റെ കുടുംബത്തിലും നിൻ്റെ മക്കളിലും നിൻ്റെ പ്രിയപ്പെട്ടവരിലൊക്കെ ഇടപെടും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ സംഭവിക്കും. ദൈവമഹത്വം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. നീ ഒന്നും പേടിക്കേണ്ട. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വലിയൊരു പ്ലാനും പദ്ധതി ഉണ്ട്. നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഡെലിവറൻസിൻ്റെ ആരാധന നടത്താൻ പോകും. ഇന്നത്തെ ആരാധനയിൽ അച്ഛൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെ വേട്ടയാടുന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാ മക്കളിലും യുവാക്കളിലും യുവതികളിലും ഒക്കെയുള്ള ദുഷ്ടാരൂപികളുടെ പീഡനം മുഴുവൻ അറിഞ്ഞു പോകാൻ വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാൻ പോകണം. നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ആരാധന സമയത്ത് ശരിക്കും സ്തുതിച്ചോണം. പ്രാർത്ഥിച്ചു നിങ്ങളുടെ വീടുകളെയും എല്ലാം ഈ ദിവ്യകാരണത്തിലേക്ക്, ഈശോയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ഈശോയെ, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ഹൃദയം തുറന്ന് ഈശോ നമുക്ക് ആരാധിക്കാം. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാധിക്കാം. ആരാധന ആരാധന ആരാധന
പൈശാചിക പീഡകളും ബന്ധനങ്ങളും എല്ലാ കുടുംബങ്ങളും വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അന്ധകാരം മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. തടസ്സങ്ങളും ബന്ധനങ്ങളും പാപശക്തികളും പൈശാചിക ബന്ധനം മൊത്തം അഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കാരണം കൈകളടിച്ച് പാടി നമുക്ക് വിടുതലായിട്ട് പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയിങ്കൽ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. എല്ലാ കുടുംബങ്ങളിലുമുള്ള മാതാപിതാക്കളിൽ പ്രവർത്തിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാരിൽ പ്രവർത്തിക്കുന്നു, യുവതി യുവാക്കളിൽ പ്രവർത്തിക്കുന്നു, പഠിക്കുന്ന കുട്ടികളിൽ പ്രവർത്തിക്കുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നു. പാപത്തിന്റെ, രോഗത്തിന്റെ, തകർച്ചയുടെ, അശുദ്ധിയുടെ, അഹങ്കാരത്തിന്റെ ബന്ധനങ്ങൾ മുഴുവൻ അഴിയട്ടെ. നാമത്തെ അഴിഞ്ഞു പോകട്ടെ. എല്ലാ കുടുംബങ്ങളുടെ ബന്ധനം അഴിയട്ടെ. യേശു രക്തത്താൽ ബന്ധിക്കുന്നു, ഈശോമിശിഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ഈശോമിശിഹായുടെ നാമത്തിൽ സാത്താന്റെ ശക്തികളെ ആജ്ഞാപിക്കുന്നു. ഈ നിമിഷത്തിൽ ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തെ പുറത്തു പോകുക, ഓരോ സ്ഥലത്ത് നിന്ന് വിട്ടുപോകണം, ദേശത്ത് നിന്ന് വിട്ടുപോകുക. യേശു നാമത്തിൽ ബന്ധിച്ച് യേശുവിന്റെ കാഴ്ചവട്ടിലേക്ക് പറഞ്ഞേക്കുന്നു. തടസ്സങ്ങൾ മുഴുവൻ അഴിയട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. കൈകളടിച്ച് ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. ഓരോ കുടുംബത്തിനുള്ള പാപത്തിന്റെ സാത്താന്റെ കെട്ടഴിച്ചു കൊടുക്കും. ഉദ്ധിതനായ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ നിമിഷത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഓരോ കുടുംബത്തിനും അശുദ്ധി മാറട്ടെ. ക്ഷണിക പാപത്തിന്റെ ശക്തികളെ ബന്ധിക്കുന്ന സാമത്തിൽ ഒരു കുടുംബത്തിലെ ഭയത്തെ ബന്ധിക്കുന്നു, നിരാശയെ ബന്ധിക്കുന്നു, അവിശ്വാസത്തെ ബന്ധിക്കുന്ന നാമത്തിൽ, അഹങ്കാരത്തെ ബന്ധിക്കുന്ന നാമത്തിൽ, മന്ത്രവാദ കൂടോത്ര ശക്തികളെ ബന്ധിക്കുന്ന നാമത്തിൽ, വെറുപ്പിന്റെ ആത്മാവിനെ ബന്ധിക്കുന്ന നാമത്തിൽ, അന്ധകാരത്തിലെ യേശു നാമത്തിൽ ബന്ധിച്ചേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് പറഞ്ഞേക്കുന്ന ഈ നിമിഷത്തിൽ മാറിപ്പോണം കൽപ്പിക്കുന്നു. മാതാപിതാക്കളുടെ അന്ധകാരം, മക്കളിലുള്ള അന്ധകാരം, കുടുംബത്തിലുള്ള അന്ധകാരം മാറട്ടെ. സമാധാനത്തിൽ ദൈവം കടന്നുവിട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന,
പാടാം, കൈകളടിച്ച് പാടാം. ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശുരക്തത്താൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ രോഗച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ, രോഗച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ആരാധന, സ്തുതി, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന. തടസ്സങ്ങൾ അടിയട്ടെ, കുടുംബത്തിന് അസ്വസ്ഥത മാറട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവ് നിറയട്ടെ. സ്നേഹത്തിന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, പ്രാർത്ഥനയുടെ ആത്മാവ്, ഐക്യത്തിന്റെ ആത്മാവ്, വിടുതലിന്റെ ആത്മാവ് സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ, പരിശുദ്ധ ദൈവമാതാവിന്റെ അതിശക്തമായ ഇടപെടലിലൂടെ ഇപ്പോൾ ഓരോ രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഓരോ കുടുംബത്തിലെ പാപരോഗ പൈശാചി ബന്ധനം അടിയട്ടെ, പഴക്കദോഷങ്ങൾ അടിയട്ടെ, കുടുംബ സമാധാനം ഉണ്ടാകട്ടെ, കുടുംബ ഐക്യം ഉണ്ടാകട്ടെ, കുടുംബ ഭദ്രതയുണ്ടാകട്ടെ. കുടുംബങ്ങളെ തകർക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലുള്ള അന്ധകാരം യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകണമെന്ന് കൽപ്പിക്കുന്നു. ഉദ്ധിതനായ യേശുവിന്റെ നാമത്തിൽ, ഉദ്ധിതനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പരിശുദ്ധ ഈശോ മിശിഹായുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ, രക്തത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു ദേശം മുഴുവന്റെ മേലുള്ള, കുടുംബം മുഴുവന്റെ മേലുള്ള, രാജ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ബന്ധിക്കുന്ന യേശുനാമത്തിൽ, ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്ന യേശുനാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ഇപ്പോൾ 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 തന്നെ സംഭവിക്കട്ടെ. കുടുംബ തകർച്ചകൾ മാറട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, സ്തുതിക്കുന്നു, ആരാധന, 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 ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. വിടുതലഭിഷേകം, വിടുതൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശക്തിയാൽ ബന്ധനങ്ങൾ അടിയട്ടെ. കൽപ്പിക്കുന്നു. ഈ നിമിഷത്തിൽ കൃപയുടെ അഭിഷേകം കൊടുക്കട്ടെ. ദൈവകൃപ ഇവരെ പൊതിയട്ടെ. സമാധാനത്തിൽ ദൈവം കടന്നു വരട്ടെ. വിലാസം മാറട്ടെ, ഭയം മാറട്ടെ, അവിശ്വാസം മാറട്ടെ, അഹങ്കാരം മാറട്ടെ, ആത്മീയ പീഡകൾ വിട്ടുപോകട്ടെ, സാത്താൻ തോറ്റു പിൻവാങ്ങട്ടെ, സാത്താന്റെ ശക്തികൾ മാറട്ടെ. ശാന്തത ഉണ്ടാകട്ടെ, കുടുംബത്തിൽ ശാന്തത ഉണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ, പരസ്പരം മനസ്സിലാക്കാൻ കൃപ ലഭിക്കട്ടെ. യുവതികൾ യുവാക്കൾ വിശുദ്ധരായി തീരട്ടെ. പാപത്തിന്റെ കെട്ടുകൾ അടിയട്ടെ, പ്രേമ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, അശുദ്ധ കെട്ടുകൾ അടിയട്ടെ, മാറട്ടെ. എല്ലാ മക്കളും വിശുദ്ധീകരിക്കപ്പെട്ടെ. കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ, ബുദ്ധിയെ വിശുദ്ധീകരിക്കണമേ, ചെവികളെ വിശുദ്ധീകരിക്കണമേ, അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ, കൈകാലുകളെ വിശുദ്ധീകരിക്കണമേ, മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. രോഗപീഠകൾ മാറട്ടെ കൽപ്പിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന,
ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശുരക്തത്താൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുനാമത്തിൽ. ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെ അനുഗ്രഹിക്കണമേ. ഉള്ള മക്കളുടെ വേദന ഏറ്റെടുക്കണമേ, ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ, കണ്ണുനീര് ഏറ്റെടുക്കണമേ, തകർച്ചകൾ ഏറ്റെടുക്കണമേ, ദുരിതങ്ങൾ ഏറ്റെടുക്കണമേ. ആരോരുമില്ലാത്ത മക്കളുണ്ട്, ജീവിതം തകർന്ന മക്കളുണ്ട്, ഒറ്റപ്പെട്ട മക്കളുണ്ട്, കണ്ണുനീരിന്റെ പുത്രന്മാരും പുത്രികളുമുണ്ട്. എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന മക്കളുണ്ട്, ആത്മഹത്യയുടെ വക്ക് നിൽക്കുന്ന മക്കളുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട മക്കളുണ്ട്, മാതാപിതാക്കളാൽ അവഗണിക്കപ്പെട്ട മക്കളുണ്ട്, മക്കളാൽ തിരസ്കരിക്കപ്പെട്ട മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്, യുവതികളെ യുവാക്കളെ ഓർത്ത് ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അടയാളം കൊണ്ടോട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് അനേക മക്കളെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. വലിയൊരു പരിശുദ്ധാത്മ ശക്തി പെരുമഴ പോലെ അനേക കുടുംബങ്ങൾ പെയ്തിറങ്ങുന്നു, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവവചനത്തിന്റെ അടിത്തറയുണ്ടാകുന്നു, ഒരു പുതിയൊരാകാശം, പുതിയ ഭൂമി ഉണ്ടാകുന്നു, പുതിയൊരു അഭിഷേകം പ്രപഞ്ചം മുഴുവൻ വ്യാപരിക്കപ്പെടുന്നു, പുതിയൊരു അഭിഷേകം പ്രപഞ്ചം മുഴുവൻ വ്യാപരിക്കപ്പെടുന്നു. പരിശുദ്ധി അമ്മ ഏറ്റെടുക്കുന്നു, പരിശുദ്ധം എല്ലാവരും ഏറ്റെടുക്കുന്നു, തകർന്ന കുടുംബങ്ങളെ ഏറ്റെടുക്കുന്നു, തകർന്ന മക്കളെ ഏറ്റെടുക്കുന്നു, തകർന്ന ജീവിതങ്ങളെ എടുക്കുന്നു, മാരക പാപികളെ പരിശുദ്ധി അമ്മ ഏറ്റെടുക്കുന്നു, ആത്മീയ ശുശ്രൂഷകരെ പരിശുദ്ധി അമ്മ ഏറ്റെടുക്കുന്നു, ഇതിന്റെ ജീവിതം പരിശുദ്ധി അമ്മ കൊടുക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. കർത്താവ് ആശീർവദിക്കുന്ന സമയമാണത്. എല്ലാവരും മുട്ടുവെന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് സ്തുതിച്ചോണം. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, Hallelujah, 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 Jesus, hallelujah, Shoe, 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 hallelujah, 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 hallelujah. Yeshua आराधना, 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 आराधना. Hallelujah, Yeshua आराधना, आराधना, आराधना. Hallelujah, Yeshua. Hallelujah, Yeshua आराधना. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Jesus, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.